ഭൂമിയിൽ ശ്രീരാമനായി മഹാവിഷ്ണു അവതരിക്കുന്നതിന്റെ സാഹചര്യം വിവരിച്ചുകൊണ്ടാണ് പരമശിവൻ കഥാകഥനം തുടങ്ങുന്നത്. അപ്പൊ രാമനാണല്ലോ രാമായണത്തിന്റെ മെയിൻ. രാമൻ എങ്ങനെയാണ് ജനിക്കുന്നത്, രാമൻ ജനിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് മഹാവിഷ്ണു അവതാരം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ശിവൻ പാർവതിക്ക് ഈ കഥ തുടങ്ങുന്നത്. കർക്കിടക മാസമാണ്, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് കർക്കിടക മാസം രാമായണം പാരായണം ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കർക്കിടക മാസം ആയതുകൊണ്ട് രാമായണം വായിക്കണം എന്നൊന്നും എനിക്കില്ല. അങ്ങനെ വായിക്കേണ്ട ഒരു സാധനമാണ് രാമായണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു സാഹിത്യ കൃതിയാണ്, അത്രമേൽ മനോഹരമായ ഒരു ഇതിഹാസമാണ്. ആദികാവ്യം എന്നറിയപ്പെടുന്ന വാൽമീകിയുടെ ഒരു സൃഷ്ടിയാണ്. സോ എന്തൊക്കെ പറഞ്ഞാലും മഴയായതുകൊണ്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയം കുറവായതുകൊണ്ടും അകത്തിരിക്കുന്ന സമയം കൂടുതലായതുകൊണ്ടും നമുക്ക് രാമായണം